പെഹൽഗാം ഭീകരാക്രമണത്തിലെ അക്രമികളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പ്രാദേശിക ഭീകരൻ ആദിൽ തോക്കറിന്റെ സഹായത്തോടെ അക്രമം നടത്തിയ 4-അംഗ സംഘം. ബൈസൺ താഴ്വരയിൽ ഭീകരർ 20 മണിക്കൂറിലധികം സഞ്ചരിച്ചതായും വിവരം. അതേസമയം സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംയുക്ത സൈനിക മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തി. എന്നാൽ പെഹൽഗാമിന്റെ വിവിധ മേഖലകളിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ്. വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ സ്വാതി സന്തോഷിന്റെ റിപ്പോർട്ടിലേക്ക്. വർഷ, പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് ഇന്ന് അന്വേഷണ സംഘം പുറത്തുവിട്ടത്. ഏറ്റവും സുപ്രധാനമായി ഇതിൽ നോക്കിക്കാണേണ്ടത് ഈ ആക്രമണം നടത്തിയിട്ടുള്ളത് 4-അംഗ സംഘമാണെന്നും ആ 4-അംഗ സംഘത്തിൽ ഒരു പ്രാദേശിക ഭീകരനും ഉൾപ്പെടുന്നുണ്ട് എന്നുള്ള സുപ്രധാന വിവരമാണ് അന്വേഷണ സംഘം നൽകിയിട്ടുള്ളത്. മാത്രമല്ല, മറ്റ് 3 പേർ എന്ന് പറയുന്നത് പാകിസ്ഥാനുമായി ബന്ധമുള്ളവരാണ്. ഈ പ്രാദേശിക ഭീകരൻ ആയിട്ടുള്ള ആദിൽ തോക്കറാണ് ഇവർക്ക് എല്ലാവിധ സഹായവും നൽകിയത്. അതോടൊപ്പം തന്നെ ആദിൽ തോക്കർ ലഷ്കർ ഇ തൊയ്ബ അടക്കമുള്ള ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടെന്നും അവിടെ നിന്നും പാകിസ്ഥാനിൽ നിന്നും പ്രത്യേക പരിശീലനം ഈ വിഷയത്തിൽ ലഭിച്ചിട്ടുണ്ടെന്നുള്ള നിഗമനത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിച്ചേർന്നിട്ടുള്ളത്. മാത്രമല്ല, ഈ പെഹൽഗാം വിനോദസഞ്ചാര മേഖലയിൽ ഇവർ 20 മണിക്കൂറിലേറെ സഞ്ചരിച്ചിട്ടുണ്ടെന്നും വിവിധ ഇടങ്ങളിൽ നിന്നും ഇവർ വെടിയുതിർക്കുകയായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. പ്രധാനമായും ദൃക്സാക്ഷികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണവും ചോദ്യം ചെയ്യലുമാണ് പുരോഗമിക്കുന്നത്. മാത്രമല്ല, ഈ പെഹൽഗാമിൽ ഉൾപ്പെടെ പ്രവേശന അതോടൊപ്പം എക്സിറ്റ് പോയിന്റുകൾ കൃത്യമായും ഒരു തെരച്ചിലും അന്വേഷണവും ഇപ്പോൾ സൈന്യത്തിന്റെയും അതോടൊപ്പം അന്വേഷണ സംഘത്തിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല, ഈ അക്രമികളുടെ കയ്യിൽ 2 ഫോണുകൾ ലഭിച്ചിട്ടുണ്ടെന്നും ഇത് ഈ ആക്രമിക്കപ്പെട്ടവരുടെ ഫോണുകളാണ് എന്നുള്ള വിലയിരുത്തലിലേക്കാണ് അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആയുധശേഖരവും ഇവരിൽ ഉണ്ടായിട്ടുണ്ട്, കയ്യിലുണ്ട്. AK-47 ഉൾപ്പെടെയുള്ള റൈഫിളുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഇവരുടെ കയ്യിലുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് എന്തായാലും അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ അവിടെ പെഹൽഗാമിൽ തമ്പടിച്ചുകൊണ്ട് NIA അന്വേഷണം ഏറ്റെടുക്കുകയും അത് ഊർജിതമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ മുന്നോട്ടുള്ള നടപടിക്രമങ്ങൾ ഇതുവരെയുള്ള വിലയിരുത്തലുകൾ ഉൾപ്പെടെ നടത്തുന്നതിന് വേണ്ടി ഇന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ഒരു കൂടിക്കാഴ്ച, ഒരു നിർണായക യോഗം ചേരുന്ന സാഹചര്യമുണ്ടായി. സംയുക്ത സൈനിക മേധാവി ഉൾപ്പെടെയാണ് ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇനി മുന്നോട്ട് ഏത് തരത്തിലാണ് നടപടികളിൽ മാറ്റം വരുത്തേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ചയുണ്ടായതായാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, BSF ജവാൻ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലായ വിഷയത്തിൽ എങ്ങനെയാണ് ഇനി മോചനം സാധ്യമാകുക, അതിന് ഏതെല്ലാം തുടർ നടപടികൾ സ്വീകരിക്കണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന നിർണായക യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിന്റെ വിവിധ മേഖലകളിൽ ഇപ്പോഴും പാക് പോസ്റ്റുകളിൽ നിന്ന് നിരന്തരമായിട്ടുള്ള പ്രകോപനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനെ ഏതൊക്കെ തരത്തിലാണ് കൈകാര്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സേന ഇനിയും കൂടുതൽ വിന്യസിക്കേണ്ടത് ഉണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെയും ഈ വിഷയത്തിൽ ചർച്ചയുണ്ടായിട്ടുള്ളതായാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കനത്ത നടപടിയിലേക്ക് സൈന്യം പോകുന്നു. പാകിസ്ഥാനെതിരെ ശക്തമായ നയതന്ത്ര നീക്കങ്ങളടക്കം എടുത്തിട്ടുള്ള സാഹചര്യത്തിൽ ഇനിയും സൈനിക വിന്യാസത്തോടു കൂടി മാത്രമേ ജമ്മു കാശ്മീർ പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ള വിലയിരുത്തലിൽ തന്നെയാണ് സൈന്യവും അതോടൊപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ അടക്കം മുന്നോട്ട് പോകുന്നത്. കുപ്വാരയിൽ ഇന്ന് വീണ്ടും ഭീകരാക്രമണം ഉണ്ടാകുന്ന സാഹചര്യം കൂടിയുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ കേന്ദ്ര സർക്കാരിന് ഇതിലുണ്ടായിട്ടുള്ള സുരക്ഷാ വീഴ്ച തന്നെയാണ് ഇപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നത്. പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ 26ഓളം പേർ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ വീണ്ടും കുപ്വാരയിലും ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുമ്പോൾ ഏത് തരത്തിലാണ് കേന്ദ്രത്തിന്റെ സുരക്ഷാ വിന്യാസം, അല്ലെങ്കിൽ സുരക്ഷയിൽ ഏത് തരത്തിലൊക്കെ വീഴ്ചയുണ്ടായി എന്നുള്ള ചോദ്യങ്ങളും ഇതിനോടകം തന്നെ ഉയരുകയാണ്. വർഷ, 4-അംഗ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. ഒപ്പം ഒരു പ്രാദേശിക ഭീകരനുമുണ്ട്. ആ പ്രാദേശിക ഭീകരനായ ആദിൽ തോക്കർ ഭീകരവാദികൾക്കുള്ള എല്ലാ സഹായവും നൽകി എന്നുള്ള വിലയിരുത്തലിലും ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. വിവരങ്ങളാണ് സ്വാതി സന്തോഷ് നൽകിയത്.